മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളി സമോസയാണ്. സമോസ ഷീറ്റും അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് രണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ചെയ്യുന്ന ഒരു സമോസയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ബൗളിൽ 1/2 കപ്പ് മൈദ എടുത്തു. അതിൻ്റെ കൂടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഫുള്ള് മൈദയിൽ വേണേലും ചെയ്യാവേ. 1 കപ്പ് മൈദ എടുത്താലും മതി. ഗോതമ്പ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര നന്നായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ പകുതിയാണ് എടുക്കാറുള്ളത്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം എല്ലാം കൂടി. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കാം. സാധാ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിരിക്കണം. അപ്പോൾ മാവിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായി കുഴച്ച് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ട് കിട്ടും. 5 മിനിറ്റ് ഇതുപോലെ കുഴച്ചെടുക്കാം. 5 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോൾ മാവ് ഇതുപോലെ ആയി കിട്ടും. കണ്ടല്ലോ, ഇത്രയും സോഫ്റ്റാണ്. ഓക്കെ, ഇതിന് നമുക്കൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് പരത്തി ഷീറ്റാക്കി എടുക്കുന്നത്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ ഒരല്പം എണ്ണ, ഒരു 1/2 ടീസ്പൂൺ എണ്ണ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി നമുക്കിത് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വയ്ക്കാം. ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരേ സൈസിലുള്ള 5 ബോളുകളായിട്ടാണ് എടുക്കുന്നത്. 5 ബോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബോളിൽ നിന്നും 2 ഷീറ്റ് സമോസ ഷീറ്റ് കിട്ടും. അപ്പോൾ എല്ലാം കൂടി 10 സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഉരുട്ടി വെക്കാം. ഇനി നല്ല വൃത്തിയുള്ളൊരു കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. മൈദ അത്യാവശ്യം നന്നായിട്ട് ഇടണം കേട്ടോ, കാരണം നമ്മൾ നല്ല തിന്നായിട്ട് ഒട്ടും കട്ടിയില്ലാതെയാണ് പരത്തുന്നത്. അപ്പോൾ താഴെ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മൈദ എപ്പോഴും ഇട്ട് കൊടുക്കണം. ഇനി നമുക്കത് പരത്തിയെടുക്കാം. എപ്പോഴെങ്കിലും പരത്തുന്ന സമയത്ത് എപ്പോഴെങ്കിലും അത് താഴെ ഒട്ടുന്നതായിട്ട് തോന്നിയാൽ കൂടുതൽ മൈദ പിന്നെയും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ മൈദയും ഗോതമ്പും മിക്സ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പരത്താൻ നല്ല എളുപ്പമാണ് കേട്ടോ. മൈദ മാത്രമാണെങ്കിൽ പരത്തുന്ന സമയത്ത് ഇങ്ങനെ വീണ്ടും അത് ഉള്ളിലോട്ട് ചുരുങ്ങി വരാനൊരു ടെൻഡൻസി ഉണ്ടല്ലോ. പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ഗോതമ്പ് കൂടെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പരത്താൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തു. ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് അതിൻ്റെ താഴെ കൂടെ എൻ്റെ കൈ തന്നെ കാണാൻ പറ്റും. അത്രയും തിന്നായിട്ടാണ് പരത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം പരത്തിയെടുക്കാം. ഇതങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരണമെന്നൊന്നുമില്ല കേട്ടോ. ഏകദേശം ആ ഒരു ഷേപ്പിൽ പരത്തിയാൽ മതി. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒരുപാട് ചൂടാവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ തന്നെ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 10 സെക്കൻഡ് ഓരോ സൈഡും 10 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്താൽ മതി. അതായത് 1 തൊട്ട് 10 വരെ എണ്ണുന്ന സമയം അത്രേ ഉള്ളൂ. ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമോസയ്ക്ക് മടക്കുന്ന സമയത്ത്, കോണായിട്ട് മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓരോ സൈഡും ജസ്റ്റ് 10 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. പാനിൻ്റെ ചൂട് ഒരുപാട് കൂടിപ്പോവാതെ നോക്കണം. അപ്പോൾ എല്ലാം കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഏകദേശം ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് വെറുതെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ 2ആയിട്ട് മുറിക്കാം. അപ്പോൾ ഓരോ ഷീറ്റിൽ നിന്നും നമുക്ക് 2 സമോസ ഷീറ്റ് റെഡിയാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേ സമോസ ഷീറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഷീറ്റാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് കേട്ടോ. ഇത് നമുക്ക് പുറത്ത് വാങ്ങിക്കാനും കിട്ടും. പാക്കറ്റുകളിൽ സമോസ ഷീറ്റ് വാങ്ങിക്കാനും കിട്ടും. അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ മതി. അതിനകത്തേക്ക് 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ടു.
ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റി സവോള ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. അതിൻ്റെ നിറം ഒന്നും മാറണ്ട, ഒന്ന് വാടിക്കഴിയുമ്പം ഇതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടുമല്ലോ, അത് മതി. സാധാരണ ഉള്ളി സമോസ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ സവോള കുക്ക് ചെയ്യാറില്ല. പച്ച സവോളയിൽ തന്നെ മസാലയൊക്കെ ചേർത്ത് സമോസയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ അത് ഇഷ്ടമാവത്തില്ല, അതുകൊണ്ട് ഞാനൊന്ന് കുക്ക് ചെയ്തിട്ട് ചേർക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ വെന്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലകൾ വേണ്ട, കാരണം ഉള്ളി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മസാല കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്ത് തോന്നും, കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇത് നന്നായി വഴറ്റി പൊടികളുടെ ആ ഒരു പച്ചപ്പങ്ങ് മാറിക്കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയാവും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് കുറച്ച് മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പില എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനൊരു അല്പം കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇടുന്നുണ്ട്. സാധാരണ ഉള്ളി സമോസ ഉണ്ടാക്കുമ്പം ഈ ഉള്ളിയുടെ കൂടെ കുറച്ച് അവലും കൂടി ചേർക്കുവേ. വെള്ള അവൽ അല്ലെങ്കിൽ ചുവന്ന അവൽ ജസ്റ്റ് ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഫില്ലിങ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, ഉള്ളി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൽ ചേർക്കാം, അല്ലെങ്കിൽ ക്യാരറ്റ് പോലെ എന്തെങ്കിലും പച്ചക്കറി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫില്ലിങ് റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അതിൻ്റെ ചൂടൊന്ന് മാറാനായിട്ട് വെക്കാം. ഇനി ഈ സമോസ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൈദ വെച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലൊരു പേസ്റ്റ് ആക്കി വെക്കാം. ഇത് നമുക്ക് ഓരോന്നും ഫില്ല് ചെയ്യാം. ഒരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കോൺ ഷേപ്പിൽ മടക്കി ഉള്ളിൽ ഫില്ലിങ് വെച്ച് ഒട്ടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ മടക്കുക, എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ അറ്റം വരുന്നില്ലേ, അവിടെ കുറച്ച് മൈദ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പം ഉള്ളിലോട്ട് എണ്ണ കയറും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഫില്ലിങ്ങിലൊക്കെ വല്ലാത്തൊരു എണ്ണയുടെ ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് കുറച്ചൊന്ന് ഒട്ടിച്ച് വെക്കണം, ഗ്യാപ്പ് വരാതെ നോക്കണം. എന്നിട്ട് ഈ കോണിലോട്ട് നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബാക്കി വരുന്ന പോർഷനിൽ ബാക്കി വരുന്ന സ്ഥലത്ത് ആവശ്യത്തിന് മൈദയുടെ പേസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. ഇത്രേ ഉള്ളൂ. എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം മൈദയുടെ പേസ്റ്റ് വെച്ച് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇത് റെഡി. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാം. സൈഡിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മൈദ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അകത്ത് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്ത് സൈഡിലൊക്കെ നന്നായിട്ട് ആ മൈദയുടെ പേസ്റ്റ് തേച്ചിട്ട് അങ്ങ് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ. അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. സമോസ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതൊരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ സമോസ ഇട്ട് കൊടുക്കാം. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടി പോകരുത്, കാരണം ഇടുന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് അങ്ങ് പുറമേയൊക്കെ ബ്രൗൺ ആയി പോവും, ഉള്ളിൽ ആവശ്യത്തിന് വേവത്തുമില്ല. ഇപ്പോഴൊരു മീഡിയം ചൂടിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഈ സവോളയുടെ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഉരുളക്കിഴങ്ങോ ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ് ചെയ്യാം. സ്വീറ്റ് സമോസയായിട്ടാണെങ്കിൽ കുറച്ച് അവലും തേങ്ങയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടുള്ള ഫില്ലിംഗ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സമോസ ഷീറ്റ് നമുക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സമോസയും നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതേ ഉള്ളി സമോസ റെഡിയായി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പുറമേക്ക് ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമോസയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.